നമസ്കാരം, ഞാൻ ഐവിൻ. ഈ വഴി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അഡ്വഞ്ചർ പാർക്കിലെ വഴിയോ അല്ലെങ്കിൽ സാഹസിക കേന്ദ്രങ്ങളിലെ വഴികൾ വല്ലതുമാണ്. പക്ഷേ അത് വളരെ തെറ്റാണ്. ഇത് എരുമേലിയിലെ പ്രധാനപ്പെട്ട 3-4 സ്കൂളുകൾ അടങ്ങുന്ന ഒരു പ്രധാന നടപാതയും വാഹനം പോകുന്ന പാതയുമാണിത്. ഈ വഴിയിലൂടെ ഇപ്പോൾ യാത്ര വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. LKG UKG പഠിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ +2 10ാം ക്ലാസ് പഠിക്കുന്ന വലിയ വിദ്യാർത്ഥികളടക്കം സ്കൂളിലെ അധികൃതർ, ടീച്ചർമാർ, സ്റ്റാഫുകൾ എല്ലാം അടങ്ങുന്നവർ യാത്ര ചെയ്യുന്ന ഒരു പ്രധാന പാതയാണിത്. ഈ വഴിയിലൂടെ ഉള്ള യാത്ര ഇപ്പോൾ വളരെ മോശകരമായി മാറിയിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പലപ്പോഴും തിരക്കുകൾ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതേ ഇല്ല. മഴ കാരണം ആളുകൾ പൊറുതിമുട്ടി നിൽക്കുമ്പോഴും ഇതുപോലുള്ള കുഴികളിൽ വെള്ളം കൂടുകയും നാശനഷ്ടങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിനെതിരെയുള്ള ശക്തമായ നടപടികൾ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബാസിൽ ബിജു. ഞാൻ നിർമ്മല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഈ വരികളിലൂടെയാണ് ഞങ്ങൾ സ്കൂളിൽ വരുന്നത്. ഈ വരി 3-4 സ്കൂളുകൾക്ക് വരാൻ ഉള്ള ഏക മാർഗമാണ്. ഈ വരികളിൽ കുണ്ടും കുഴികളും നിറഞ്ഞു കിടക്കുന്നതിനാൽ വരുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടന്ന് കുഴികളിലെ വെള്ളം കുട്ടികളുടെ വസ്ത്രങ്ങളിൽ തെറിക്കുകയും വസ്ത്രങ്ങൾ ചീത്തയാകുകയും ചെയ്യുന്നു. 2 വീലർ യാത്ര ചെയ്യുന്നവർ ഈ കുഴികളിൽ വീണ് അപകടം പറ്റുകയും ചെയ്യുന്നതായി ഞങ്ങൾ കാണപ്പെടുന്നു. നടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ കാലി കുഴികളിൽ വീണ് മടിയുകയും ചെയ്യുന്നു. അതിനാൽ അധികാരികൾ ഇതിനു വേണ്ടിയുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഒരു അപകടമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എൻ്റെ പേര് എബിൻ. ഞാൻ നിർമ്മല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എരുമേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വഴികൾ, അത് 3 സ്കൂളിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഈ നശീകരണം പെട്ടുകിടക്കുന്നത്. കുട്ടികൾ ഇതിന്റെ അറ്റത്തൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഭീതിയാണ്, ഈ കുഴികളിൽ തട്ടി വീഴുമോ എന്നുള്ള ഭീതി. അത് മാത്രമല്ല, സ്കൂളിലേക്കുള്ള പ്രധാന വാഹനങ്ങളും സ്കൂൾ ബസ്സും മാതാപിതാക്കളുടെയൊക്കെ വാഹനങ്ങളൊക്കെ ഇതേ വഴിയിലൂടെ തന്നെയാണ് വരുന്നത്. ആ വാഹനങ്ങൾക്കൊക്കെ ഈ കുഴിയിലൊക്കെ കയറി ഇറങ്ങി പോകുമ്പോൾ നശീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് നവീകരിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെയും ഈ വിദ്യാർത്ഥികളെയും ഒക്കെ അപേക്ഷ സ്വീകരിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പം ഒരു ശകലം മുമ്പ് നടന്ന ഒരു സംഭവം, ഞങ്ങൾ ഈ സൈഡിൽ മാറി നിൽക്കുക, ഒരു ബൈക്ക് പോയി അവർ വീഴാഞ്ഞത് ഭാഗ്യം. എന്തോ ഒരു ദൈവാനുഗ്രഹം കാരണം ആണ് അവർ വീഴാതിരുന്നത്. അങ്ങനെ ഈ ഇത്രയും ഒരു നീചമായ ഈ കുണ്ടും കുഴിയും കാരണം നമ്മുടെ സ്കൂളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ അധികമായ ഒരു സങ്കടം തന്നെയാണ് ഉള്ളത്. ഇങ്ങനെ ഞങ്ങൾ നിർമ്മല സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ റോഡ് കണ്ടോളൂ, ഇവൻ വാഹനങ്ങളൊക്കെ വരുമ്പോൾ അത് വീഴാനൊക്കെ സാധ്യതയുണ്ട്. കൊച്ചു പിള്ളേർക്ക് അപകടവും പിടിക്കാൻ സാധ്യതയുണ്ട്. വലിയ വണ്ടികളും ഒക്കെ വരുമ്പോൾ ബസ്സൊക്കെ തിരിക്കുമ്പോൾ അത് വീഴാൻ സാധ്യതയൊക്കെ ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് മിൻഹ ഫാത്തിമ. ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണിത്. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോടിക്കുക. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണെങ്കിൽ ഈ റോഡ് എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? ദയവായി നിങ്ങൾ ഞങ്ങളെയും കൂടെ ചേർത്ത് ഈ റോഡൊന്ന് ശരിയാക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിർമ്മല പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾ കാണുക, നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളാണ് ഇത്. അഥവാ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദുഃഖം വരും. ഒരു വണ്ടി വരികയാണ്, ഒരു കുട്ടികൾ ഒരു വണ്ടിക്ക് വരികയാണെങ്കിൽ ഇത് എത്ര അപകടം പിടിച്ച പരിഹാരമാണ്. നിങ്ങളിത് ഞങ്ങൾക്ക് വേണ്ടി ഇത് ശരിയാക്കി തരണം. എന്നാൽ ഞങ്ങളുടെ നിർമ്മല പബ്ലിക് സ്കൂളിലത്തെ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ സിസ്റ്റർമാർക്കും ടീച്ചർമാർക്കും ഭയങ്കര അഭിനന്ദനങ്ങൾ നൽകും, ഞങ്ങൾക്ക് സന്തോഷങ്ങളും നൽകും. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞാൻ സാജിഷ് ഷാജൻ. ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഒരു വണ്ടി അങ്ങെന്നും ഇങ്ങെന്നും വന്നാൽ ഒരു നിർമ്മല പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനും ഈ വഴി വരാൻ ഭയങ്കര ദയനീയകര അവസ്ഥയാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞങ്ങൾ നിർമ്മല പബ്ലിക് സ്കൂളിൻ്റെ ഞാൻ ഒരു PTA പ്രസിഡൻ്റാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ സ്കൂളിനോട് ബന്ധപ്പെട്ട് സെൻറ് തോമസ് സ്കൂളുണ്ട്, അതോടൊപ്പം തന്നെ നിർമ്മല പബ്ലിക് സ്കൂളുണ്ട്, LP ഉണ്ട്, ജീവൻ ജ്യോതി ഉണ്ട്. ഇത്രയും കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്.
ഒരു 2 വാഹനങ്ങൾ ഒന്നിച്ച് വന്നാൽ ഒരു സൈഡ് കൊടുക്കാൻ പോലുമുള്ള ഇട ഇവിടെ ഉണ്ടാകാറില്ല. എപ്പോഴും പല വാഹനങ്ങളാണെങ്കിലും പുതിയ നിരത്തിലിറങ്ങിയ വാഹനങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ അടിയിടിക്കുകയും ഒപ്പം കുഞ്ഞുങ്ങൾ ഈ സൈഡ് വഴി നടന്നു പോകുമ്പോൾ അവർക്ക് ഒരു രീതിയിൽ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അധികാരികൾ ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. നല്ല രീതിയിലുള്ള ഒരു വഴി, സഞ്ചാരയോഗ്യമായിട്ട് നിൽക്കുന്ന ഒരു വഴി ഞങ്ങൾക്ക് ഇവിടെ തുറന്നു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എപ്പോഴേലും അപകടം നടക്കാം എന്ന ഭയത്തോടെയാണ് ഞങ്ങൾ ഈ വഴിയിലൂടെ നടക്കുന്നത്. വാഹനങ്ങളും ഉൾപ്പെടെ ബസ്സുകളും പോകുന്ന ഈ ഒരു ചെറിയ വഴിയിൽ മനുഷ്യർക്ക് നടക്കാൻ ഒരു അല്പം ഇട പോലും ആക്കിയില്ല. എൻ്റെ പേര് ബിജു. ഞാൻ നിർമ്മല സ്കൂളിലെ അധ്യാപകനാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു കുളമോ തോടോ അല്ല, 3-4 സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഒരു പ്രധാന വഴിയാണ് ഈ കാണുന്നത്. രാവിലെ വളരെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു വഴിയാണിത്. വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികളും അധ്യാപകരും എല്ലാവരും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെ വാഹനത്തിരക്കും കുട്ടികളുടെ തിരക്കും എല്ലാ തിരക്കും അനുഭവപ്പെടുന്ന ഒരു പ്രദേശം, ആ ഒരു സ്ഥലം വഴി കൂടിയാണിത്. അതുകൊണ്ട് ഈ വഴിയിൽ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഈ വഴിയിൽ മഴക്കാലമായാൽ വളരെ ചെളിവെള്ളം നിറഞ്ഞിട്ട് അതൊക്കെ ഈ വാഹനങ്ങൾ വരുമ്പോൾ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ദേഹത്ത് തെറിച്ച് വളരെ വൃത്തികേട് ആകാറുണ്ട്. അവരുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ വൃത്തികേടായിട്ടാണ് അവർ സ്കൂളിലേക്ക് വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വഴി നന്നാക്കുന്നതിന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കുട്ടികളെയും PTA അധ്യാപകര് ചേർന്ന് ഇവിടെ ഒരു പ്രതിഷേധ സമ്മേളനമാണ് കൂടുന്നതെന്ന് വിചാരിക്കണ്ട. ഇതൊരു പ്രതിഷേധ സമ്മേളനമേ അല്ല. എന്നാൽ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മുമ്പിൽ കണ്ണടച്ചു നിൽക്കാനാവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു. എരുമേലി നിർമ്മല പബ്ലിക് സ്കൂളിലെ PTA എക്സിക്യൂട്ടീവും സ്റ്റാഫും മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് ഉള്ള ഒരു പ്രക്രിയയാണിത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ നിൽക്കുന്നത് നമ്മുടെ സെന്റ് തോമസ് ജംഗ്ഷനിൽ, അതായത് സെന്റ് തോമസ് സ്കൂളിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നേർച്ചപ്പാറയിലേക്ക് പോകുന്ന ഈ റോഡിൽ തന്നെയാണ്. അതായത് ഏതാണ്ട് 3500-ലധികം കുട്ടികളെ പഠിക്കുന്ന സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് തോമസ് LP, നിർമ്മല പബ്ലിക് സ്കൂൾ, ജീവൻ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ, ഇങ്ങനെ 4 സ്കൂളുകളിലെ കുട്ടികള് അധ്യാപകര് സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. കൂടാതെ വ്യത്യസ്തമായ പ്രായത്തിലുള്ള അനേകം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം. ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത്, സ്കൂളിലേക്ക് വളരെ മിടുക്കനായിട്ട് യൂണിഫോം ധരിച്ചെത്തിയ ഒരു കുട്ടി അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ എന്തോ പറഞ്ഞ വഴി ഈ കുട്ടിയുടെ മുഖത്തേക്ക് അമ്മയൊന്ന് നോക്കിയ മാത്രയിൽ അമ്മയും കുഞ്ഞിനെ നോക്കി ആ മാത്രയിൽ കുഞ്ഞിന്റെ കൈ വിട്ടുപോയി. ആ കുഞ്ഞ് കുഴിയിലേക്ക്, ആ ചെളിവെള്ളത്തിലേക്ക് വീണ ഒരു ദാരുണമായ സംഭവം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ കയറി വരികയായിരുന്നു. ഒരു ജീപ്പാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ ഡ്രൈവർ അദ്ദേഹത്തിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ആ കുഴിയിലേക്ക് വണ്ടി എടുക്കാതിരിക്കാൻ പറ്റിയില്ല. അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, വളരെ സ്മാർട്ടായിട്ട് വന്ന ടീച്ചറിനെ നിമിഷങ്ങൾക്കുള്ളിൽ ചെളി വാരി പൊതഞ്ഞിരിക്കുന്ന അവസ്ഥയിലെത്തി. ആ ടീച്ചറിന് തിരിച്ച് വീട്ടിലേക്ക് പോകാനേ പറ്റിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലുള്ള ജനപ്രതിനിധികളുടെ കണ്ണു തുറപ്പിക്കാനല്ല ഞങ്ങളുടെ ശ്രമം, പക്ഷേ ഏവരുടെയും ശ്രദ്ധയിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഇവിടുത്തെ ജനങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടി ഇവിടുത്തെ ഭരണകൂടം നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്തുമൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല, MPയും MLAയും പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും ഒക്കെ ഇടപെട്ട് ഈ റോഡിനൊരു സാങ്ഷൻ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഒക്കെ ഞങ്ങൾക്ക് സന്തോഷം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇത് മുന്നോട്ട് പോകുന്തോറും ഇവിടെ അപകടം പതിയിരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഈ പെരുവെയിലത്ത് സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും തയ്യാറാകുന്നത്. പ്രിയപ്പെട്ടവരെ, അവര് അപകടം വന്നു ഭവിച്ച ശേഷം കണ്ണു തുറക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിന്റെ ഒരു മെയിൻ്റനൻസ് എങ്കിലും എത്രയും പെട്ടെന്ന് നടത്തിത്തരാൻ അധികൃതര് ശ്രദ്ധ ചെലുത്തണം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത്, ഇവിടെ ധാരാളം എന്താണ് പേര് പറയുന്നത്, ധാരാളം മട്ടി
ഉള്ള സ്ഥലമാണ്. പാറമടകളുണ്ട്, അവിടെ മട്ടിയുണ്ട്. ഒരു വാക്ക് മുടക്കിയാൽ അവർ ആ മട്ടി കൊണ്ടുവന്ന് ഇവിടുന്ന് കുറച്ച് ഇറക്കിയാൽ പോലും ഞങ്ങളുടെ കുട്ടികളും സുരക്ഷിതരാകും. ആ ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാവുന്ന കാര്യമാണെന്നൊരു റിക്വസ്റ്റോടെ ഈ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഈ എരുമേലി പ്രദേശത്ത് വളരെ നല്ല കാലാവസ്ഥയിൽ വളരെ നല്ല ആനന്ദത്തോടു കൂടി ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തെ വെട്ടിമുറിക്കുന്ന ഒരു അനുഭവം പോലെ തന്നെയാണ്. ഏതാണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് വരുന്ന സമയത്തും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തും ഇവിടെ വന്നൊന്ന് നിന്നാൽ മനസ്സുള്ള ഏത് മനുഷ്യന്റെയും മനസ്സലിഞ്ഞു പോകും. അങ്ങനെയാണ്. അമ്മമാരെ ഇറുകി പിടിച്ച് പേടിച്ച് വിറച്ച് ബൈക്കിന്റെ പിറകിലിരിക്കുന്ന 1-2 കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുമിച്ച് കാണുമ്പോഴോ, ഒരു വണ്ടി കയറി വരുമ്പോൾ മറ്റൊരു വണ്ടി സൈഡ് എടുക്കേണ്ടി വരുമ്പോഴോ, എനിക്ക് ഇന്നലെ അനുഭവപ്പെട്ടു. ഞാൻ ഇന്നലെ ഡ്രൈവ് ചെയ്ത് വരുമ്പോ എതിരായിട്ടൊരു ബൈക്കും കൂടി വന്നു. പെട്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല അങ്ങോട്ട് എടുക്കണോ ഇങ്ങോട്ട് എടുക്കണോ, കാരണം 2 സൈഡിലും യാത്രക്കാരുമുള്ളൊരു സാഹചര്യം. ഇത് ഈ പ്രദേശത്തെ ഓരോ ഡ്രൈവറും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ തന്നെ ഏതാണ്ട് ഒരു 12-13 സ്കൂൾ ബസ്സുകൾ കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഈ അപേക്ഷയ്ക്ക് മുമ്പിൽ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവനും ഉണ്ടാകണേ എന്നൊരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ജനപ്രമാണികൾ എല്ലാവരും ഞങ്ങളുടെ ഈ അപേക്ഷയ്ക്ക് മുമ്പിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഒരു ശ്രദ്ധയെ ഇങ്ങോട്ടൊന്ന് തിരിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണേ എന്ന ഒരു അപേക്ഷയുമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങളിത് കാണുന്നില്ലേ? 3 സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. മഴക്കാലമായതിനാൽ ഈ കുഴികൾ നിറച്ചും വെള്ളക്കെട്ടാണ്. ബസ്സും കാറുകളും ബൈക്കും ഇതിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഇതിൽ നടന്നു പോകുന്ന കുട്ടികൾക്ക് ദേഹത്ത് വെള്ളം തെറിക്കാറുണ്ട്. അതുകൊണ്ട് അധികാരികളെ ദയവായി ഇത് ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ വന്നേക്കുന്ന ഒരു അർജന്റ് കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ കാണുന്നില്ലേ ഈ കുണ്ടും കുഴിയും വെള്ളങ്ങളൊക്കെ? ഞങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ടിലാണ് ഇതെല്ലാം. ഒത്തിരി വണ്ടികളും ഒത്തിരി ബസ്സുകളും പോകുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് ചെയ്തു തരണേ. മീൻ വളർത്താൻ പറ്റുന്ന കുളത്തിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ.